ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മീൻ കറിയാണ്. തേങ്ങയൊക്കെ അത്യാവശ്യം വറുത്തരച്ചുകൊണ്ടുള്ള ഒരു മീൻ കറിയാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ കുറച്ച് ഉലുവയും കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4-5 വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് സവാള അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പിടി സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒത്തിരി ഒന്നും വേണ്ട. സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള കുറച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അത് വഴന്ന് വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ഉപയോഗിച്ചത്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തത്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടിതൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി ഫ്രൈ ആവണ്ട, കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതിയാവും. തേങ്ങ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രയും മതി. ഇനി നമ്മുടെ മസാലയും തേങ്ങയും കൂടെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. ഇതിപ്പോൾ അരക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പുളിയും കൂടെ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള പുളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പുളിവെള്ളം സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിവിടെ ഒന്നിച്ചാണ് അരച്ചെടുക്കുന്നത്. ഇപ്പം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ തന്നെ മുതിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതി. ഇനി നമുക്ക് ഈ അരപ്പ് ഒരു ചട്ടിയിലേക്ക് മാറ്റാം. നമ്മൾ മീൻ കറി ഏതിലാണോ വയ്ക്കുന്നത് അതിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. ഈ അരപ്പ് ഇപ്പോൾ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് അത്യാവശ്യം വെള്ളം ഒഴിച്ചതൊന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഞാനിവിടെ ചേർക്കുന്നത് ഇതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞതാണ്. അതുപോലെ ഒരു പിടി സവാള, ഞാൻ നേരത്തെ എടുത്ത സവാളേൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിപ്പോൾ കുറച്ച് വെള്ളം കുറവാണ് കാണുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് നമുക്കൊന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് ഇത് ഗ്യാസിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പുഴമീനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അയില ആയാലോ മത്തി ആയാലോ ഏത് മീൻ വേണമെങ്കിലും നമുക്കിങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഞാൻ ഈ മീൻ കഷ്ണങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി. മീൻ കഷ്ണങ്ങളെ അധികം തട്ടാതെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് മൂടി വെച്ച് അടച്ചിട്ട് വേവിക്കാം.
ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പം നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്നും കൂടെ വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇടാം. എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റോളം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ മീൻകറി കുറുകി നല്ല രീതിയിൽ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് ഉണ്ടാക്കി നോക്കണേ.